കഴിക്കുന്നതിൻ്റെ ശേഷം സുഖമാണ് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെയൊന്നും വിടാൻ തീരുമാനിച്ചിട്ടില്ല, നിങ്ങളെ വിടാൻ പോകുന്നുമില്ല. നമുക്കറിയാം, ഇപ്പോൾ ഉള്ള ദിവസങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നായിരുന്നു കുറച്ച് ദിവസങ്ങൾക്കകത്ത് തന്നെ. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ വളരെ കാതലായ ഒരു മാറ്റമുണ്ട്. അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എന്തായാലും കൊള്ളാം. പണിയോട് പണി എന്നാലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ചിന്തിക്കാൻ പഠിപ്പിച്ചു തരാം. കമോൺ. UK ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ, ഇല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യാൻ സ്വാഗതം. പിന്നെ എല്ലാവരും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ്, നെഗറ്റീവ് ന്യൂസ് ആണെങ്കിലും ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത്. ഇനി തൊട്ട് കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാനായിട്ട് തയ്യാറാവാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്ന ഒരു കംപ്ലൈൻറ്റ്, UK വരുന്ന നിയമമാറ്റങ്ങൾ ചിരിച്ചുകൊണ്ട് പറയുന്നു എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ ഏത് വീഡിയോയ്ക്കകത്തും നിങ്ങൾ കാണാൻ പറ്റും ഈ ഒരു രീതിയിലുള്ള പ്രസൻറ്റേഷനാണ് എന്നെ കൊണ്ട് പറ്റുള്ളൂ. ഇനിയിപ്പോൾ കരഞ്ഞിട്ട് അയ്യോ ഗൈസ് ഇനിയോട്ട് UK നമുക്ക് വരാൻ പറ്റില്ല ഗൈസ് എന്ന് പറഞ്ഞ് ഈ വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഗൈസ് മനസ്സിലാക്കുക, ഓക്കെ? ഇപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കറിയാം റീസണിലേക്ക് കുറേയധികം മാറ്റങ്ങൾ വന്നു. അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ടാക്സുകളുടെ വർധന ഇങ്ങനെ കുത്തനെ കയറ്റി വിട്ടിരിക്കുകയായിരുന്നു. അതായത് ഒരു നമുക്ക് 11.44 12.21 തന്ന ഒരു 19 പെൻസിൻ്റെ വ്യത്യാസത്തിൽ നമ്മളിവർ സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, സ്നേഹം അത് കാണാതെ പോകരുത് നിങ്ങളാരും. ഓക്കെ, അതായത് ആ സാലറി ഹൈക്ക് നമ്മൾ കണ്ട് സന്തോഷിച്ച് ഇനി തൊട്ട് സാലറി കൂടുമല്ലോ എന്ന് വിശ്വസിച്ചിരുന്ന നമുക്ക് 8ൻ്റെ പണിയായിരുന്നു തന്നത്. അതായത് കൗൺസിൽ ടാക്സ് കൂടി, വാട്ടർ ബില്ല് കൂടി, എനർജി ബില്ല് കൂടി, നിങ്ങൾ യൂസ് ചെയ്യുന്ന TV ലൈസൻസ് കൂടി, ബ്രോഡ്ബാൻഡ് കൂടി, ഇൻ്റർനെറ്റ് കൂടി, കാറ് അതുകൂടി. ഏതെങ്കിലും ഒരു സാധനം കൂടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെ ഒരു സാധനവും കൂടാതിരിക്കുന്നില്ല. ഇനി ഇതൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിക്ക് തന്നെയാണ് അനുഭവിച്ചേ പറ്റുള്ളൂ. ഇപ്പം തന്നെ നമുക്ക് മില്യണേഴ്സ് UK വിടുന്നു എന്നുള്ള രീതിയിൽ UK മൊത്തം ചർച്ചയാക്കണം. എങ്ങനെ പെട്ടാതിരിക്കും? കാരണം ഇത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് എത്രയധികം നഷ്ടമാണ് വരാൻ പോകുന്നത് എന്നുള്ളത് അവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവർ UK വിട്ടിട്ട് US-ലും യൂറോപ്പിലും ഇനി ഓസ്ട്രേലിയയിലും കുറേ ആൾക്കാർ ദുബായിലൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും പോകുന്നുണ്ട്. അത് ഞാൻ പറയുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ നെഗറ്റീവാണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കയറി, നിങ്ങൾ വിവരവും വിദ്യാഭ്യാസം ഉള്ളവരാണ് കാണുന്നതെന്ന് വിചാരിക്കുന്നത്. ജസ്റ്റ് ഗൂഗിളിൽ കയറി വായിച്ച് ന്യൂസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ന്യൂസും വരും. ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാലും കാര്യങ്ങൾ അറിയാതെ കാണാതെ പോകുന്നവർക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും വിട്ടുപോകുന്നു. നമ്മൾ മില്യണേഴ്സ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വിട്ടുപോകാൻ പറ്റില്ല. നമ്മൾ മില്യൺസ് ഇവിടെ കൊണ്ടിട്ടിട്ട് അതെങ്ങനെയെങ്കിലും തിരിച്ചെടുത്ത് ഇവിടെ പച്ച പിടിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന പാപം അർദ്ധ പട്ടിണിക്കാരാണ് നമ്മൾ. അതായത് ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ ടാക്സ് കൂട്ടി ഇവർ നമ്മളെ സ്നേഹിച്ച് കൊല്ലുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിയമമാറ്റങ്ങൾ, അതും നമ്മളാരും കാണാൻ പോകുന്നത്. ടാക്സ് കൂട്ടിയത് ഒരു വശം, അതിൻ്റെ ഒപ്പം തന്നെ ഇമിഗ്രേഷൻ ഫീസ്, വിസ ഫീസുകൾ 1 തൊട്ട് എല്ലാം, ഉപ്പ് തൊട്ട് കൽപ്പൂരം പറഞ്ഞ പോലെ തന്നെ എല്ലാം കൂട്ടിയിട്ടുണ്ട്. എല്ലാ വിസ ഫീസും കൂട്ടിയിട്ടുണ്ട്. സ്പോൺസർഷിപ്പ് ലൈസൻസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ അതിന് ഫീസ് കൂട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും തകർത്തിയായിട്ടുള്ള ഫീസുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ്. അന്നും ഋഷി സുനക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളത്. കാരണം വെച്ചാൽ അന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി ക്രിസ്റ്റാമർ വന്നു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങോട്ട് ടാക്സ് കൂട്ടും എന്ന് പുള്ളി പലവട്ടം പറഞ്ഞു. ആരും കേട്ടില്ല. ഞാനും പറഞ്ഞു വീഡിയോ. പക്ഷേ അന്ന് നമ്മളെല്ലാവരും ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്തു. ലേബർ പാർട്ടി വിജയിച്ചു. യെസ്. അപ്പോൾ സോ ഗൈസ്, ഇപ്പം എന്തായി? പവനായി ശവമായി. അപ്പോൾ ഇമിഗ്രേഷൻ ഫീസ് കൂട്ടി, അതൊരു വശത്ത്. ഇമിഗ്രേഷൻ ഫീസ് കൂട്ടിയതിൻ്റെ അപ്പുറത്ത് നിയമങ്ങൾ വരാൻ പോകുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി വന്ന April 9 വന്ന നിയമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കെയറേഴ്സിനെ പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റും. നല്ല നിയമം. ചൂഷണങ്ങൾ ഒഴിവാക്കുന്നതിന് അത് ബെസ്റ്റ്. പക്ഷെ അതിൻ്റെ കൂടെ തന്ന ഒരു 61 പെൻസിൻ്റെ പണി അതിവിടെ ഒട്ടുമുക്ക പലർക്കും കിട്ടിയിട്ടുണ്ട്. അതായത് പലരും 3 വർഷം വിസ എടുത്ത് റിന്യൂ ചെയ്യാൻ പോകുന്ന സമയത്ത് പല കെയർ ഹോമുകളും 12-21 കൊടുക്കുന്നത്. അത് ചിലർക്കാണ് കുറച്ചെങ്കിലും കൂട്ടിക്കൊടുത്തിരിക്കുന്നത്, ചിലർക്ക് അത് കൂട്ടിക്കൊടുക്കും, ചിലർക്ക് 14-15 കിട്ടുന്ന ആൾക്കാരുണ്ട്. അവർ ഇതിനകത്ത് പെടാനേ പറ്റില്ല കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുത്ത പണി ഒരു 8ൻ്റെ പണിയായിരുന്നു. പലർക്കും 28,000-30,000 പൗണ്ടൊക്കെ സാലറി ഉണ്ട്. പക്ഷേ മിനിമം വേജ് നോക്കുമ്പോൾ വളരെ കുറവാണ്. 12-21 കാണുള്ളൂ. അവർക്കൊക്കെ 8ൻ്റെ പണി സൈലൻ്റായിട്ട് കൊടുത്തു. ഇതൊന്നും നമ്മൾ ചോദിക്കുന്നില്ല, പറയുന്നില്ല. ആരും ഒട്ടും ചോദിക്കാനും പറയാനും പോകുന്നുമില്ല. കാരണം ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാർ പോയി കഴിഞ്ഞാൽ സമാധാനം എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാർ അപ്പുറത്തുണ്ട്. അതുകൊണ്ടാണ് ഇത് ആരും അനക്കാത്തത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതൊക്കെ പോയിരിക്കട്ടെ. അതൊക്കെ ഒരു വശത്തൂടെ നടക്കുമ്പോൾ ഇനി ഈസ്റ്റർ വെറും കുറച്ച് ദിവസങ്ങൾക്കകത്തും പുതിയ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ബ്ലൂ പ്രിൻറ്റ് എന്നുള്ള രീതിക്കുള്ള പുതിയ നിയമമാറ്റങ്ങൾ വരാം.
അതിനകത്ത് ഗ്രാജുവേറ്റ് റൂട്ട് വിസേനെക്കുറിച്ചും സ്കിൽഡ് വർക്കർ വിസേനെക്കുറിച്ചും ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റിനെക്കുറിച്ചും ഇനി ഏതൊക്കെ വിസ വേണം, ഏതൊക്കെ വിസ വേണ്ട, ഏതൊക്കെ വിസ എടുത്ത് മാറ്റും, ഏതൊക്കെ വിസ എടുത്ത് മാറ്റില്ല എന്നറിയുന്നത് ആ നിയമങ്ങൾ വരുമ്പോഴാണ്. അത് ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാറ്റമായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും കൊള്ളാം. ഇതൊക്കെ നമ്മൾ അവരുടെ മാനിഫെസ്റ്റോ വായിച്ച് ഇല്ലയെന്ന് പറയരുത് കേട്ടോ, നിങ്ങളില്ലയെന്ന് പറയരുത്. കാരണം എൻ്റെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഞാൻ അവരുടെ മാനിഫെസ്റ്റോ വായിച്ചുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും വേണമെങ്കിൽ കയറി നോക്കാം. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, വന്നത് വന്നു, ഇനി നമുക്ക് അനുഭവിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പുറത്ത് നമ്മുടെ ട്രംപ് അണ്ണൻ്റെ താരിഫ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ഇതൊക്കെ ചെയ്യാനുള്ള പറ്റുള്ളൂ. ടാക്സ് കൂട്ടി രക്ഷപ്പെടാനേ പറ്റുള്ളൂ. എല്ലാ രാജ്യങ്ങൾക്കും കൂട്ടി അങ്ങോട്ട് അടിച്ച് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ട്രംപ് അണ്ണൻ. ഇവരുടെ പോയിന്റിലോട്ട് വരുന്നു. ഇനി എല്ലാവരും പറയും കുറേ താളം പിടിയാണ്, വേണമെങ്കിൽ കണ്ടാൽ മതി, അല്ലെങ്കിൽ പോയിട്ട് ഇരിക്കുക. കാരണം വെച്ച് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഇങ്ങനെ പറഞ്ഞ് ഇവിടെയുള്ള കാര്യങ്ങൾ പറയുന്ന ഇങ്ങനെ വ്ളോഗേഴ്സ് ഇല്ല. ഇവിടെ ഉള്ളതൊക്കെ പറയാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ? ഓക്കെ, മനസ്സിലായിക്കോട്ടെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സമാധാനിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ഒരു സാധനം വന്നിരിക്കുന്നത്. നോ മോർ എക്സംഷൻസ്. UK residents with Indian domicile to freeze tax on foreign income from April 2025. ഏപ്രിൽ 6 വന്ന നിയമമാണ്. ആരും ശ്രദ്ധിച്ചില്ല. അതായത് ഇനി നിങ്ങൾ ഇന്ത്യക്കാരാവട്ടെ, ഇന്ത്യൻ റെസിഡൻ്റ് ആവട്ടെ, നിങ്ങൾ UK വന്ന് താമസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇന്ത്യയിൽ കിട്ടുന്ന ഇൻകം അതിന് ടാക്സ് UK കൊടുക്കണം. കൊള്ളാവോ? നിങ്ങൾ അങ്ങനെയൊന്നും വിടാൻ തീരുമാനിച്ചിട്ടില്ലടാ എന്നാണ് നമ്മുടെ ഗവൺമെൻറ് പറയുന്നത്. മുന്നേ ഈ ഒരു നിയമം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അതൊരു നിയമമായിട്ട് മാറിയിട്ടുണ്ട്. ഒരു എക്സംഷൻസും ഇനി ഇല്ല എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇൻകം വരുന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ നിങ്ങളൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് അത് ഇൻകം വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതല്ലെങ്കിൽ പണി വാളും എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഒരു എക്സ്ക്യൂസും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും UK ഇപ്പോൾ PR എടുക്കാൻ നിൽക്കുന്നവരും എല്ലാവർക്കും ഇതൊക്കെ തന്നെ ബാധകമാണ്. അപ്പോൾ നമ്മൾ വിട്ടുപോയി. ഇനി എവിടെയാണ് ഗവൺമെൻറ് ടാക്സ് കൂട്ടാൻ എന്ന് നോക്കി നടക്കുമ്പോഴാണ് കുറേ ഇന്ത്യക്കാർ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, അവർക്ക് നാട്ടിലൊക്കെ ഒരേപോലെ ചിലപ്പോൾ ചായക്കടകൾ തൊട്ട് റെസ്റ്റോറൻറ്റ് തൊട്ട് പല പരിപാടികളും ബിസിനസ്സുകളും പച്ചക്കറി കച്ചവടം തൊട്ട് ചെയ്യുന്ന ആളുകൾ UK കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നാട്ടിൽ ബിസിനസ് ഉണ്ട്. അപ്പോൾ ബിസിനസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇൻകം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ അണ്ടറിലേക്ക് വരുന്നതാണ്. ഓക്കെ, ഇനി എങ്ങനെ അവർ കണ്ടുപിടിക്കും നമ്മുടെ ബിസിനസ് അവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരിക്കും അറിഞ്ഞൂടാ സത്യത്തിൽ. ഇനിയിപ്പോൾ അവിടെ ഇന്ത്യൻ ഗവൺമെൻറ്റും UK ഗവൺമെൻറ്റും ഇനി വേറെ എന്തെങ്കിലും അന്തർധാരകൾ വരുമോ, ഇല്ലെങ്കിൽ UK ആളുകൾ പോയിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് ഇനി അവിടുത്തെ ബിസിനസ് ഉണ്ടോ എന്ന് അറിയാൻ വേറെ എന്തെങ്കിലും ഫെസിലിറ്റി വരുമോ എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. പക്ഷേ നിയമം വന്നത് നിങ്ങളത് പറയാതിരിക്കാൻ വയ്യല്ലോ. ഇനിയിപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് അറിയാതെ ഇതൊന്നും ചിന്തിക്കാതെ നിങ്ങൾ കൊണ്ടുപോയിട്ട് നാട്ടിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടാവും, നല്ല ഇൻകം വരുന്നുണ്ടാവും, ആരും അറിയുന്നില്ല, പറയുന്നില്ല എന്ന് വെച്ചിരിക്കുമ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും ഇതേപോലത്തെ പരിപാടി ഒപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് 8ൻ്റെ പണി തന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ പറയും ഇതാരും പറഞ്ഞില്ലല്ലോ ചേട്ടാ എന്ന് പറയുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ പല ഈ പറഞ്ഞ ഏപ്രിൽ 9 വരുന്ന നിയമം ഞാനും സോളിസിറ്ററുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തത് പോലും 10,000, 6,000, 10,000 ആൾക്കാരെ കണ്ടുള്ളൂ. ഇപ്പോൾ എല്ലാവരും വിളിച്ചു ചേട്ടൻ എന്താ വീഡിയോ ചെയ്യാതിരുന്നേ, ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ പറയും നെഗറ്റീവ്. ഇതൊക്കെ തന്നെ ഇവിടെ ഉള്ളത് കാര്യങ്ങളൊക്കെ തന്നെയല്ലേ പറയാൻ പറ്റൂ. അത് പറയുമ്പോൾ നിങ്ങൾ നെഗറ്റീവാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അത് അനുഭവിക്കാൻ കൂടി നിങ്ങൾ ബാധ്യസ്ഥരാണെന്നും കൂടി ഞാൻ എടുത്ത് പറഞ്ഞുകൊണ്ട് സന്തോഷ വാർത്ത ഞാൻ അവിടെ നിർത്തുവാണ്. എന്തായാലും കൊള്ളാം. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ വിളിക്കാൻ, ഷെയർ ചെയ്യുക. ഒരു സാധനവും വിടൂല, അത് ഗ്യാരണ്ടി. മറ്റൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ പണി കിട്ടുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ വന്ന് ചോദിക്കും. അതുകൊണ്ടാണ് വിടാത്തത്. നിങ്ങൾക്ക് ആ ഒരു ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ഒരു സാധനം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറഞ്ഞിരിക്കും. സോ ഗൈസ്, കാണാം, ബൈ.